സിസ്റ്റം മോശമാണ്. പലരും പറയുന്ന ഒരു വാചകമാണിത്, ഒരു ഡയലോഗാണിത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ വഴികൾ നമ്മൾ വിചാരിച്ച രീതിയിൽ പോകാതിരിക്കുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും പറയും, ചിലപ്പോൾ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള വ്യക്തികൾ പോലും പറയും, സിസ്റ്റം മോശമാണ്, സിസ്റ്റം ഫെയിൽഡ് ആണ്, സിസ്റ്റത്തിന് ഒരുപാട് തകരാറുകളുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, സിസ്റ്റം മോശമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? അതാണ് എവല്യൂഷൻ മൈൻഡ് സെറ്റ്. നമ്മളിവിടെ ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു വിഷയത്തിലേക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തുന്നവനാവരുത്. അതിനു പകരം ഒരു സിസ്റ്റം ക്രിയേറ്റർ ആകുക, പുതിയൊരു സിസ്റ്റത്തിനെ സൃഷ്ടിക്കുന്നവൻ, അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ മാറ്റം വരുത്തുന്ന ക്യാപ്പബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ചരിത്രത്തിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ വലിയ സയന്റിസ്റ്റുകൾ, പൊളിറ്റീഷ്യൻസ്, വിപ്ലവകാരികൾ എന്നു വേണ്ട ഏത് രീതിയിൽ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തികളൊക്കെയും അന്നേരം ഉണ്ടായിരുന്ന സിസ്റ്റത്തിനെ മാറ്റം വരുത്തിയവരാണ്, അല്ലെങ്കിൽ പുതിയ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തവരാണ്. എല്ലാ വലിയ മാറ്റങ്ങളും ആരംഭിക്കുന്നത് ഒരു വ്യക്തിയുടെ അസംതൃപ്തിയിൽ നിന്നാണ്. പല സമയങ്ങളിലും മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് റണ്ണ് ചെയ്യാത്ത സമയത്ത് നമ്മൾ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നു. അല്ലെങ്കിൽ നമ്മളൊരു വിമർശകനോ വിമർശകയോ ആയിട്ട് നമ്മൾ ഈ സിസ്റ്റത്തിനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസ സിസ്റ്റം ശരിയല്ല, അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി ശരിയല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ശരിയല്ല എന്ന് വേണ്ട എന്ത് കാര്യത്തിനെയും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഓടാതിരിക്കുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുന്നു. ഇപ്പൊ ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ, എബ്രഹാം ലിങ്കനെ പോലെയുള്ള ആളുകൾ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ തോമസ് ആൽവ എഡിസനെ പോലെയോ, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയോ, നിക്കോളാസ് ടെസ്ലയെ പോലെയുള്ള ആളുകൾ, ഇനി ഇതൊന്നും വേണ്ട, നമ്മുടെ മാർക്ക് സുക്കർബർഗിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ്, വിൻഡോസ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അതിന്റെ സ്ഥാപകനായിട്ടുള്ള ബിൽ ഗേറ്റ്സ്, ഇവരൊക്കെ ഇങ്ങനെ സിസ്റ്റം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മഹാരഥന്മാരായിട്ടുള്ള വ്യക്തികളായിട്ട് മാറുകയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിനെ മാറ്റിമറിക്കാനായിട്ട് അവർക്ക് സാധിക്കില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് വിൻഡോസ് ഉണ്ട്, നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. അതില്ലാത്തൊരു കാലത്ത് നമ്മൾ കോഡുകളിലൂടെയും കമാൻഡുകളിലൂടെയും ആയിരുന്നു കമ്പ്യൂട്ടറുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നത്. എത്രമാത്രം സ്ലോ ആയിരുന്നു, എത്രമാത്രം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വെറും മൗസ് ക്ലിക്കുകളിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിക്കാനായിട്ട് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിൻഡോസ് എന്ന് പറയുന്നത്, ആ വിൻഡോസിലൂടെ നമ്മൾ പുതിയൊരു ലോകം കണ്ടു എന്നുള്ളതാണ്. അദ്ദേഹം ജനാല തുറന്നു, നമ്മൾ ബൃഹത്തായിട്ടുള്ള സാധ്യതകളുടെ ഒരു ലോകം കണ്ടു. ഇനി മറ്റേതൊരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതായിട്ടുള്ള പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, എന്ത് രീതിയിലുള്ള കാര്യവും അതുവരെ ഉണ്ടായിരുന്ന അവസ്ഥകളെ മാറ്റിമറിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റം ക്രിയേറ്റർ ജനിക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഒരു സിസ്റ്റം ക്രിയേറ്ററുടെ മൈൻഡ് സെറ്റ്, ഒരു വിമർശകന്റെ മൈൻഡ് സെറ്റ് രണ്ടും വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിസ്റ്റം ഉണ്ടാക്കുന്ന ഈ വ്യക്തികളും കാര്യങ്ങളെ വിമർശന ബുദ്ധിയോടെ കണ്ടു. പക്ഷെ അവർ വിമർശിക്കുക എന്നുള്ളതായിരുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. അല്ലെങ്കിൽ വിമർശനം എന്ന് ഉള്ളതിൽ ഫോക്കസ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള കാര്യമാണ് അവർ ഉപയോഗിച്ചത്. നിരൂപണാത്മകമായിട്ട് അവർ ചിന്തിച്ചു. അതിന്റെ കുറവുകളും അതിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവിനെ ഒക്കെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് നിലവിലുള്ള സ്ഥിതിനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക. സോ പ്രോബ്ലത്തിലല്ല ഫോക്കസ് ചെയ്തത്, അവർ സൊല്യൂഷനിലാണ് ഫോക്കസ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഞാൻ പറയുന്നു, സിസ്റ്റം ഫ്ലോപ്പ് ആണെങ്കിൽ, ഫെയിൽ ആണെങ്കിൽ, നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റർ ആയിട്ട് മാറുക, പുതിയൊരു സിസ്റ്റത്തിനെ അവിടെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾക്കുള്ള കോൾ എന്ന് പറയുന്നത്. വിമർശനം എളുപ്പമാണ്, നിർമ്മാണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് ലഭിക്കും. ഞാൻ ചോദിക്കുകയാണ്, ഗെയിം കളിക്കണോ അതോ ഗെയിം ഉണ്ടാക്കുന്നതായിട്ടുള്ള വ്യക്തിയാകണോ? ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്? ഗെയിം കളിച്ചവനാണോ അവനെ കൊണ്ട് കളിപ്പിച്ചവനാണോ എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. എലോൺ മസ്ക്, അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സ്, നാരായണ മൂർത്തി, മുഹമ്മദ് യൂനുസ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ പറയുന്ന വിമർശനം മാത്രമായിരുന്നു നടത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ലോകത്തിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥിതിക്കുള്ളിൽ ജീവിക്കുന്നതിനപ്പുറത്തേക്ക് അവയെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഓരോ പരാജയപ്പെട്ട സിസ്റ്റവും ഒരു സംരംഭകനെ കാത്തിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ടാക്സി എന്ന് പറയുന്നത് യൂബർ വന്നതോടുകൂടി എത്രമാത്രം കൺവീനിയന്റ് ആയി. സോ ദാറ്റ് ടാക്സി പ്രോബ്ലം എന്ന് പറയുന്നത് യൂബർ റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് യൂബർ വിജയിക്കുന്നു. ഹോട്ടൽ പ്രോബ്ലം എയർബിഎൻബി വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓയോ വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു. നമുക്ക് വളരെ കൺവീനിയൻസ് ഉണ്ടാകുന്നു. യൂസർ അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തവന് വാല്യൂ വർദ്ധിക്കുകയാണ്. ആ വാല്യൂ
അവന്റെ റിവാർഡായിട്ട് മാറുകയാണ്. എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന സമയത്ത് പണ്ടൊക്കെ വലിയ ബുക്കുകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനായിരുന്നു. വിക്കിപീഡിയ വന്നു, അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾ പിന്നീടും വന്നു. നമ്മൾ എത്രമാത്രം ഈസി ആയിട്ട് ഉപയോഗിക്കുന്നു, അത് ഉണ്ടാക്കിയവൻ വളരുന്നു. സോ നമ്മുടെ നാട്ടിലായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തായിക്കോട്ടെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു സൊല്യൂഷൻ ആവശ്യമാണ് എന്നുള്ളതാണ്. അവിടെയൊക്കെ ഒരു സംരംഭകനെ ആവശ്യമാണ് എന്നുള്ളതാണ്. അവിടെ സൊല്യൂഷൻ കൊടുക്കുന്നവൻ മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കുന്നു. അവർക്കും രണ്ട് കൂട്ടർക്കും വിൻ ടു വിൻ എന്ന് പറയുന്നത് പോലെ പരസ്പരം വിജയിക്കുന്ന സാധ്യതകളിലേക്ക് ലോകത്തിനെ കൊണ്ടുപോകുന്നു. നമുക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ സൊല്യൂഷൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു, എത്ര വിദഗ്ധമായിട്ട് നമുക്കതിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നു, ഔട്ട് ഓഫ് അവർ എക്സ്പീരിയൻസ്, നമ്മുടെ നോളജ്, ഇതിനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇൻസൈറ്റ്ഫുൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാരം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ വിജയിക്കുന്നത്. ബേസിക്കലി ഏതൊരു ബിസിനസ്മാൻ ആയിക്കോട്ടെ, അവരും ലോകത്തിനെ യഥാർത്ഥത്തിൽ സെർവ് ചെയ്യുകയാണ്, മറ്റുള്ളവരെ സെർവ് ചെയ്യുകയാണ്. എത്ര മനോഹരമായിട്ട് മറ്റുള്ളവരെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നോ അത്രയധികം അയാൾ വിജയിക്കും എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നു, കേവലം ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗം എന്നതിനപ്പുറത്തേക്ക് എന്താണോ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് കഴിയുന്നത്, നല്ല രീതിയിൽ നമുക്ക് എഴുതാൻ കഴിവുണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കോഡിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടോ, നല്ല രീതിയിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിവുണ്ടോ, നല്ല രീതിയിൽ നിയമവ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവുണ്ടോ, എന്ത് കഴിവാണോ നമുക്കുള്ളത് ആ കഴിവിനനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ താല്പര്യം, ഇത് രണ്ടും മാച്ചായിട്ട് വരണം. നമുക്ക് കഴിവും ഉണ്ടായിരിക്കണം, താല്പര്യവും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് അത് കണ്ടെത്തിയിട്ട് നമ്മൾ ഒരു പരിഹാരം നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന സമയത്ത് നമ്മളും ഒരു സിസ്റ്റം ക്രിയേറ്റർ ആയിട്ട് മാറുകയാണ്, ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുകയാണ്. രണ്ട് രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുണ്ട്. കംപ്ലൈനിങ് മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് മൈൻഡ് സെറ്റ്. നിങ്ങളൊരു പ്രോബ്ലം ഫൈൻഡർ ആണോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവർ ആണോ? ഒരു പ്രോബ്ലം സോൾവർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രോബ്ലം കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഫോക്കസ് അതിലായിരിക്കില്ല. വാട്ട് ഈസ് ദ സൊല്യൂഷൻ എന്നുള്ളതിലായിരിക്കും. സോ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അതിന് സൊല്യൂഷൻ കൊടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. സോ ക്രിയേറ്റ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട്. ക്രിയേറ്റർ എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമാണ്. സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. സോ നമ്മളും സൃഷ്ടി കർമ്മത്തിൽ പങ്കുകാരാകുകയാണ്. ഈ ലോകത്തിനെ ഒരു ബെറ്റർ പ്ലേസ് ആയിട്ട് മാറ്റാനായിട്ട്. ലോകത്തെ മാറ്റിയവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? അവർ പ്രശ്നം കണ്ടു, അവർ അവസരം കണ്ടു, അവർ സൊല്യൂഷൻ കണ്ടു. അതുകൊണ്ട് സിസ്റ്റം നമ്മളെ തടയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുതിയ വഴികൾ കണ്ടെത്തണം. ചരിത്രത്തിൽ എല്ലാ ഇന്നോവേഷന്റെയും തുടക്കം ഇങ്ങനെയാണ്. ഞാൻ പറയുന്നു, നമുക്ക് വേണ്ടത് ഫോളോവർ മൈൻഡ് സെറ്റ് അല്ല, നമുക്ക് വേണ്ടത് ക്രിയേറ്റർ മൈൻഡ് സെറ്റ് ആണ്. ഫോളോവർ ഒരു ജോലി അന്വേഷിച്ച് നടക്കും, പക്ഷെ ക്രിയേറ്റർ വാല്യൂ സൃഷ്ടിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളെ ഒരു എംപ്ലോയി ആക്കിയിട്ട് മാറ്റുമോ, അതോ നിങ്ങളെ ഒരു ക്രിയേറ്റർ ആക്കിയിട്ട് മാറ്റുമോ? വളരെ വലിയൊരു ഡിസ്കഷനിലേക്ക് വാതിൽ തുറക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറ്റം പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അതെനിക്ക് എത്രമാത്രം സൃഷ്ടിക്കാനുള്ള അവസരം തരുന്നുണ്ട്, ആ സൃഷ്ടിക്ക് ഒരു വാല്യൂ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പുറകെ പോകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഏതോ ഒരു വീഡിയോയിൽ. അതായത് നമ്മളെ പഴകിയതായിട്ടുള്ള കോഴ്സുകൾ എടുത്തു മാറ്റി പുതിയത് വരണം എന്നുള്ള രീതിയിൽ. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റം മാറിയില്ലെങ്കിലും നമ്മൾ മാറണം എന്നുള്ളതാണ്. ഒരു മനുഷ്യനിൽ നിന്ന് അത്തരത്തിലുള്ള ചിന്ത വരുന്ന സമയത്താണ് അവിടെ മാറ്റം ഉണ്ടാകുന്നത്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നിയമങ്ങൾ പാലിക്കാനായിട്ട് ജനിച്ച വ്യക്തിയാണോ, അതോ നിയമവ്യവസ്ഥിതിയെ മെച്ചപ്പെടുത്താനായിട്ട് ജനിച്ച വ്യക്തിയാണോ? മാറ്റം കൊണ്ടുവരുന്നത് സർക്കാരല്ല, മികച്ച ബോധമുള്ള മനുഷ്യരാണ്. മികച്ച ബോധം എന്ന് പറയുമ്പം വികസിതമായിട്ടുള്ള ബോധം അല്ലെങ്കിൽ ബോധമണ്ഡല വികാസം എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. സോ നമ്മൾ മോഡേൺ ആണ് അല്ലെങ്കിൽ നമ്മൾ ഇവോൾവ്ഡ് ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബോധമണ്ഡല വികാസത്തിന്റെ ഏത് ഘട്ടത്തിൽ നാം എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ബോധമുള്ള മനുഷ്യൻ പരാതിക്കാരനല്ല, സൃഷ്ടാവാണ്. എവല്യൂഷൻ ബിഗിൻസ് വെൻ ക്രിറ്റിസിസം ബിക്കംസ് ക്രിയേഷൻ. പരിണാമം ഉണ്ടാകുന്നത് വിമർശനം സൃഷ്ടിയായിട്ട് മാറുന്ന സമയത്താണ്. സോ കർമ്മത്തിൽ ഫോക്കസ് ചെയ്ത് ബോധമണ്ഡല വികാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ബോധമണ്ഡല വികാസമാണ് ഈ കർമ്മം തന്നെ കൃത്യമായിട്ടുള്ളത് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സോ ആ ഒരു വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കും കളക്റ്റീവ് എൻലൈറ്റൻമെന്റിന്റെ ഭാഗമായിട്ട് പുതിയ ഒരു നവലോകത്തിനെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം. നമസ്തേ.